പ്രാദേശിക സുരക്ഷ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് സുൽത്താനേറ്റ്. ഇറാനിൽ നിന്ന് 313 പൗരന്മാർ കൂടി സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം. അനൌദ്യോഗിക വെബ്സൈറ്റുകളോ ലിങ്കുകളോ പൊതുജനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് റോയൽ ഒമാൻ പോലീസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സ്ഥിരത കൈവരിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് സുൽത്താനേറ്റ്. കുവൈത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന GCC മന്ത്രിതല കൗൺസിലിന്റെ 48ാമത് അസാധാരണ സെഷനിൽ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അഹമ്മദ് അൽ ബുസൈദി ഒമാനി പ്രതിനിധി സംഘത്തെ നയിച്ചു. ഇറാനിലെ ഇസ്രയേൽ അതിക്രമത്തെ അപലപിക്കുന്നതായിരുന്നു GCC മന്ത്രിതല കൗൺസിലിന്റെ യോഗം. ഇസ്രയേൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വിശേഷിപ്പിച്ചാണ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. അതിനിടെ ഇറാൻ US ആണവ വിഷയത്തിൽ ഒമാൻ വഹിച്ച നിർണായക പങ്കിന് സയ്യിദ് ബദർ പ്രശംസ ഏറ്റുവാങ്ങി. സംഘർഷം അടിയന്തരമായി ലഘൂകരിക്കാനും നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങാനും പ്രസ്താവന ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിലപാടുകൾ യോജിപ്പിക്കുക, ഇസ്രയേലി ആക്രമണങ്ങൾ ഉടനടി തടയുന്നതിനുള്ള രാഷ്ട്രീയവും നിയമപരവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക, മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനും കൂടുതൽ സൈനിക വർധനവിന്റെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സമഗ്രമായ ചർച്ചകളിലേക്ക് നീങ്ങുക എന്നിവയിലായിരുന്നു GCC മന്ത്രിതല കൗൺസിലിന്റെ യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ തെഹ്റാനിൽ നിന്ന് 313 പൗരന്മാർ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം. ബന്ധപ്പെട്ട അധികാരികളുമായി ആശയവിനിമയം നടത്തി ബന്ദർ അബ്ബാസ് വഴി പൗരന്മാരുടെ തിരിച്ചുവരവ് സുരക്ഷിതമാക്കാൻ മന്ത്രാലയത്തിന് സാധിച്ചു. ഇറാനിൽ ശേഷിക്കുന്ന പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുകയാണെന്നും ഒമാനി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏതെങ്കിലും അനൌദ്യോഗിക ലിങ്കുകളോ വെബ്സൈറ്റുകളോ പൊതുജനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വ്യാപകമായി പ്രചരിക്കുന്ന വ്യാജ SMS ചൂണ്ടിക്കാണിച്ചാണ് ROP മുന്നറിയിപ്പ് നൽകിയത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ നൽകുന്നതിനായി പ്രത്യേക വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് എന്നും അതിൽ 40% കിഴിവ് നൽകുന്നുണ്ടെന്നുമുള്ള അറിയിപ്പും ഒരു ലിങ്കുമാണ് സന്ദേശത്തിലുള്ളത്. എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പാണ് സംഘം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇലക്ട്രോണിക് തട്ടിപ്പിൽ ഏർപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പോലീസ് ഊന്നി പറഞ്ഞു. ഇത്തരത്തിലുള്ള അനൌദ്യോഗിക ലിങ്കുകളുമായോ വെബ്സൈറ്റുകളുമായോ ഇടപഴകുന്നത് ഒഴിവാക്കുകയും ഔദ്യോഗിക പോലീസ് ചാനലുകൾ വഴി വിവരങ്ങളുടെ കൃത്യത പരിശോധിക്കുകയും സംശയാസ്പദമായ സന്ദേശങ്ങളോ ലിങ്കുകളോ റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നും അധികൃതർ അറിയിച്ചു. സൈബർ കുറ്റകൃത്യം തടയാനുള്ള കരട് നിയമം അവലോകനം ചെയ്യുന്നതിനായി ശൂറ കൗൺസിലിന്റെ നിയമനിർമ്മാണ നിയമസമിതി 19ാമത് യോഗം ചേർന്നു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ഫലപ്രദമായ നടപടികൾ അവതരിപ്പിച്ച് ഒമാന്റെ സൈബർ സുരക്ഷയ്ക്കുള്ള നിയമനിർമ്മാണ ചട്ടക്കൂടി ശക്തിപ്പെടുത്തുക എന്നതാണ് കരട് നിയമത്തിന്റെ ലക്ഷ്യം. സർക്കാർ പരാമർശിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനുള്ള കരട് നിയമത്തിന്റെ തുടർച്ചയായ അവലോകനത്തിന്റെ ഭാഗമായാണ് കമ്മിറ്റിയുടെ തലവനായ ഡോക്ടർ അഹമ്മദ് അലി അൽ സാദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ഏതെങ്കിലും കരട് അംഗീകരിക്കാനോ ഭേദഗതി ചെയ്യാനോ ശൂറ കൗൺസിലിന് 3 മാസം വരെ സമയമുണ്ട്. അതിനുശേഷം അത് കൂടുതൽ ചർച്ചയ്ക്കായി സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അയക്കും. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.